ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പനീർ പെട്ടെന്ന് തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ നമ്മളെല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പനീർ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചെറുനാരങ്ങ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് മാറ്റി വയ്ക്കാം. ഇനി നമ്മളിവിടെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 ലിറ്റർ പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അതൊരല്പം പോലും വെള്ളം ചേർക്കാത്ത നല്ല കട്ടിയുള്ള പാലായ അത്രയും നല്ലത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പനീർ കൂടുതൽ കിട്ടും. അപ്പം നമ്മളത് തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. തിളയ്ക്കുന്നവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പം പാല് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പിരിഞ്ഞിങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ അത് പനീറായിട്ട് കിട്ടും. ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം പാല് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു തുണിയിലേക്ക്, ഒരു കോട്ടൺ തുണിയിലേക്ക് ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നമ്മൾ പനീർ ഊറ്റിയെടുത്തതിന് ശേഷമുള്ള ഈ വെള്ളം നമുക്ക് വേണമെങ്കിൽ ചപ്പാത്തിക്ക് കുഴയ്ക്കാനായിട്ടൊക്കെ എടുക്കാൻ നല്ലതാണ് കേട്ടോ. തണുത്ത വെള്ളത്തിൽ നമുക്കിതിനെ മുക്കിയെടുക്കാം. നല്ലതുപോലെ പിഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് പതുക്കെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അതിന് മേലെ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. എന്നിട്ട് അതിന് മേലെ വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് വയ്ക്കുക. ഞാനിപ്പോൾ ഒരു കപ്പ് വെള്ളം അതിന് മേലെ എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പനീർ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തെടുത്തതാണത്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പനീർ നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ആർക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മളിപ്പോൾ പനീർ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ നമുക്കിതുപോലെ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.